ന്യൂ മൂണും ഹിലാലും ഒന്നാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഹിലാൽ ആണ് ഞങ്ങളുടെ അവലംബം. ഞങ്ങൾ ന്യൂ മൂണിനെ അല്ല അവലംബിക്കുന്നത്. ഇത് നിങ്ങൾ വീണ്ടും സംശയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളാണ് ഞങ്ങളുടെ അഖീദ, ഞങ്ങളുടെ വിശ്വാസം പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞു, ഒരു ന്യൂ മൂൺ ഉണ്ടായ അന്ന് മുതൽ ഞങ്ങൾ ആരും ഇവിടെ നോമ്പ് പിടിക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് നോമ്പ് പിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഞങ്ങൾ നോമ്പ് പിടിച്ച് അന്ന് മഗ്രിബിന് കാണുന്ന ആ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുവ ലൈലത്തിൻ റഅയ്തുമൂഹു. ആ ദിവസത്തെ അടുത്ത നാൾ ഒന്നാക്കാനുള്ളതല്ല, അത് അന്നത്തെ ആ ലൈലത്ത് ആ അതിലുള്ള പിറയാണ് കാണുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾ എവിടെ നിന്നാണ് സീറോ ആരംഭിക്കുന്നത് എന്ന് പറയണം. ഒരു സൂര്യൻ ചന്ദ്രന്റെ ഒരു ചുറ്റ്, ഒരു റൗണ്ട് എവിടുന്നാ തുടങ്ങുന്നത്? ആ തുടങ്ങുന്നത് ഞങ്ങൾ പറയുന്നത് പൗർണമി മുതൽ പൗർണമി വരെ അല്ല. പിന്നെ എവിടെ ചന്ദ്രന്റെ ചുറ്റ് അവസാനിക്കുന്നത് ന്യൂ മൂണിലാണ്. പക്ഷേ മാസത്തിന്റെ ആരംഭം ഉണ്ടാകുന്നത് എവിടുന്നാണ്? ഹിലാൽ മുതൽ തന്നെയാണ്. പിന്നെയും ഞങ്ങൾ ന്യൂ മൂൺ തന്നെ പറയണം എന്ന് നിങ്ങൾക്ക് ഒരു വാശിയുള്ളത് പോലെ തോന്നുന്നു. ഞങ്ങളുടെ വാദം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 29ന്റെ അന്ന്, ഇതാണ് എന്റെ ചോദ്യം, 29ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബിൽ നിന്ന് മാസപ്പിറവി ദർശിക്കുകയോ ഏതെങ്കിലും സഹാബികൾ അങ്ങനെ ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ അറിയിക്കണമെന്ന് പറയുകയോ ചെയ്യുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഈ രീതിക്ക് ഖുർആൻ എന്ന സുന്നത്ത് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് അത് ലൈഫാണ് എന്ന് പറയേണ്ടത് ഇവിടെ നിർബന്ധമാണ്. അഹ്മദ് ഇബ്നു ഹംബൽ ഈ വിഷയം അദ്ദേഹം ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ലൈഫായിട്ടുള്ള ആളാണ് അബ്ദുൽ ആല സഹലബിയാണ് അതിലെ ലൈഫായിട്ടുള്ള ആള്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആ വിഷയം ചർച്ച ചെയ്താൽ. പിന്നെ ഇവിടെ പറഞ്ഞത് ജിബ്രീലിന്റെ വഴി ഇനി നമുക്ക് കിട്ടൂല. ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? കാണൽ മാത്രം അല്ലെങ്കിൽ 30 പൂർത്തിയാക്കൽ മാത്രം. ഇതിൽ ഒരു നിർബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൂന്നാമത്തെ വഴിയിൽ നബിയുടെ സുന്നത്തുണ്ടാകുമായിരുന്നില്ല എന്നതിനാണ് ജിബ്രീൽ വന്ന് ഞങ്ങൾ തെളിവിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയണതാണ് ഇന്ന് ആരും ജിബ്രീൽ നിന്ന് ആരെടുത്ത് വരിക എന്നുള്ളത്. അങ്ങനെ ഒരു മണ്ടത്തരം പറയാനല്ല അത് പറഞ്ഞത്. മറിച്ച് ജിബ്രീൽ വന്ന് പറഞ്ഞ ഒരു വഴിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണൽ മാത്രമല്ല, 30 പൂർത്തിയാക്കൽ മാത്രമല്ല, അതുണ്ട് എന്ന് അറിയലാണ് ഇവിടുത്തെ മർമ്മം. ഈ മർമ്മം വിടുന്നതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ മാധ്യമത്തിലാണ് തർക്കം. ഉണ്ടോ ഇല്ലേ എന്ന കാര്യം തർക്കമില്ല. പിന്നെ നസീർ വരുന്നത് ഒരു ദിവസം മാറ്റിയാൽ ചൊവ്വാൽ 1 ചൊവ്വാൽ 2 ആക്കിയാൽ നസീർ വരും. എന്നാൽ അത് മാത്രമാണ് ഇവിടെ നസീർ. ഇവിടെ ചൊവ്വാൽ 1 കേരളത്തിലുള്ള ആളുകൾ ഇവിടെ വാളയാറിൽ വരെ നോമ്പ് പിടിക്കുമ്പോൾ ഇവിടെ റമദാൻ 30. അതെങ്ങനെ വരും? അങ്ങനെ ഒരു സുന്നത്ത് നബിന്റെ കാലത്തുണ്ടോ? എങ്കിൽ അത് മാത്രമല്ല, അവിടെ ചൊവ്വാൽ 1 ആകുമ്പോൾ ഇവിടെയുള്ള കുറച്ചാളുകൾക്ക് മാത്രം ചൊവ്വാൽ 1, ബാക്കിയുള്ള ആളുകൾക്ക് റമദാൻ 30. നോമ്പ് ഇവിടെ പിടിച്ച് നോമ്പിൽ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നു. എവിടെ? വളരെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിൽ. ഇങ്ങനെ ഒരു സുന്നത്ത് നബിന്റെ കാലത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മെസ്സേജ് കിട്ടിയതിന്റെ ശേഷം ആ മെസ്സേജിന്റെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നബി അതിനെ തള്ളിക്കളഞ്ഞ ഒരു റിവായത്ത് പോലുമില്ല. മറിച്ച് ദൂരം നോക്കാതെ നബി അതിനെ എടുക്കുക ചെയ്ത്. പിന്നെ ഇവിടെ ഉദ്ധരിച്ച ഖുറൈബിന്റെ ഹദീസ്, ആ വിഷയത്തിൽ നമ്മൾ തമ്മിൽ തർക്കത്തിൽ നിൽക്കുന്ന വിഷയത്തിന് ആ ഹദീസ് തെളിവിന് പറ്റൂല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഹദീസിലെ ഏറ്റവും അവസാനത്തെ വാചകം ഹഖദാ അമറ റസൂലുള്ളാഹി എന്നത് മാത്രമാണ് ഹദീസിന്റെ ഭാഗം. ബാക്കിയൊന്നും നബിന്റെ കാലത്ത് നടന്ന സംഭവമല്ല. ഇനി ഹഖദാ അമറ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്തിനെ ഉദ്ദേശിച്ചാണ് എന്ന കാര്യത്തിൽ പലർക്കും തർക്കമുണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കിയ തർക്കമല്ല. ഇമാം ഷൗക്കാനിയെ പോലുള്ള ആളുകളൊക്കെ എന്താണ് അവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്? ഞങ്ങൾ കണ്ടതിനെയാണ് ഞങ്ങൾ പരിഗണിക്കുക, അല്ല ദൂരമാണ് ഉദ്ദേശിച്ചത്? ഈ തർക്കമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്ന ഒരു വാദത്തിൽ അവിടെ തെളിവ് കൂടിയുണ്ട്. കാരണം എന്താ? എന്തിനാണ് ഖുറൈബിനെ ഇബ്നു അബ്ബാസ് കൃത്യമായി നീ കണ്ടോ, ഇനി പിന്നെ മുആവിയ കണ്ടത് മതിയാവില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താ പ്രസക്തിയില്ലേ? കേരളത്തിൽ കണ്ടത് ഇവിടെ കോയമ്പത്തൂരില് എടുക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ നിലപാടെങ്കിൽ ഒരാൾ കേരളത്തിൽ മാസപ്പിറവി കണ്ടു എന്ന് വന്നാൽ അത് കേരളത്തിലല്ലേ, ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തട്ടും. പക്ഷേ തട്ടാതെ അയാളോട് നിങ്ങൾ കണ്ടോ, മറ്റുള്ള ആൾ കണ്ടോ, എവിടെ കണ്ടു, എത്ര സമയം കണ്ടു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് കണ്ടത് ശരിയാണെങ്കിൽ എടുക്കുവാനുള്ള ഒരു കൽപ്പന
തൈമിയ, ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഇമാം നാസിറുദ്ദീൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, ഇവർക്കൊക്കെ ഇജ്മാഉള്ള, ഇവരൊക്കെ കൃത്യമായി എവിടെ നിന്ന് കണ്ടാലും എടുക്കാമെന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിലുള്ളവർ തള്ളിക്കളയുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നീട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു ചർച്ചക്കും പ്രസക്തിയില്ല. അതാണ് ഇവിടുത്തെ ചർച്ച. അവിടെ നിന്നാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത്. ഇവിടെ രണ്ട് പ്രശ്നം നിലനിൽക്കുന്നു. ഒന്ന്, ഉണ്ട് എന്ന് ബോധ്യമായതിനു ശേഷവും ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തള്ളിക്കളയുന്നു. രണ്ടാമത്തത്, ഉണ്ട് എന്ന് ബോധ്യമായാലും അത് കണ്ണുകൊണ്ട് കാണണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയുന്നു. ഇത് രണ്ടും തെറ്റാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ? ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് ബോധ്യമായാൽ ആ ബോധ്യമായത് എല്ലാവർക്കും ശരിയാണ്. ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടോ അത് ഉറപ്പുവരുത്തലാണ്. കാരണം ഇല്ലാത്തൊരു മാസത്തിന്റെ പേരിൽ തുടങ്ങാൻ പറ്റുമോ? റമദാനിൽ ചെയ്യേണ്ടത് ശവ്വാലിൽ ചെയ്യാൻ പറ്റുമോ? ഹറാമാകും. അവിടാണ് പ്രശ്നം. ഇവിടെ പലരെ കൊണ്ടും എന്ത് ചെയ്യുന്നു? ഈ വിഷയത്തിൽ കൃത്യതയില്ലാത്തത് കൊണ്ട് ഒരേ വീട്ടിൽ ഞങ്ങളൊക്കെ അനുഭവിച്ചതാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് നോമ്പ്, അതേ വീട്ടിൽ ഒരാൾക്ക് പെരുന്നാൾ. ഇത് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? സഹാബികളുടെ കാലത്തുണ്ടോ? മനഹജിൽ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെയാണ് ഇവിടുത്തെ മർമ്മമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സിറാജ് ചോദിച്ച ചോദ്യങ്ങൾ, അതാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇഖ്തിലാഫുൽ മദാരിന്റെ വിഷയം പറഞ്ഞു. ഹിജ്റ കലണ്ടർ ഇസ്രായേൽ കലണ്ടറുമായാണ് യോജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന അതേ ദിവസം അവരുടെ കലണ്ടർ ഉണ്ടായത് കൊണ്ട് മാത്രം ഞങ്ങളുടെ കലണ്ടറും ഇസ്രായേൽ കലണ്ടറും ഒന്നാണെന്ന് പറയരുത്. മറിച്ച് തുടങ്ങാനുള്ള അവലംബമാക്കുന്നത് അവരും ഞങ്ങളും ഒരുപോലെയാണ് എന്ന് സ്ഥാപിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? തീർച്ചയായും നിങ്ങൾ പറയുന്ന വഴിയിൽ വരാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ അത് ഇവിടെ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഇതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. അതുപോലെ തന്നെ ഇസ്രായേൽ ഹിജ്റ കലണ്ടർ മാറ്റി, പിന്നെ നബി മാസം നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ പഠിപ്പിച്ചു, ഞാൻ എങ്ങനെ സൊല്ലു കമാറായിരുന്നു ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ലല്ലോ നമ്മൾ നിസ്കരിക്കാറുള്ളത്. നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ല നമ്മൾ നിസ്കരിക്കാറുള്ളത്. മറിച്ച് നബി നിസ്കരിച്ചതിനെ പറ്റിയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിരിക്കേണ്ട അത് വിഷയം മർമ്മമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു എന്നതിന്റെ അറിവ് മാത്രമാണ് നമ്മൾക്കുള്ളത്. അവിടെ നബി കൃത്യമായി പറഞ്ഞു, ഞാൻ എങ്ങനെ നിസ്കരിക്കാൻ നിങ്ങൾ കണ്ടുവോ? ഈ കാണലിൽ വാശി പിടിക്കുകയാണെങ്കിൽ ഇവിടെയും കൃത്യമായിട്ട് ഈ വിഷയം പറയാനുണ്ട്. അല്ല, കാണലും അറിയലുമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണെങ്കിൽ ആ വിഷയത്തിൽ തർക്കമില്ല. പിന്നെ ന്യൂ മൂൺ ഉണ്ടാകുന്ന ആ ദിവസം, ന്യൂ മൂൺ ഉണ്ടായ പ്രദേശത്ത്, ആ രാജ്യത്ത് അവിടെ കണ്ണുകൊണ്ട് ന്യൂ മൂൺ ഉണ്ടായി എന്നതിന്റെ വിവരം കിട്ടിയാൽ, കണ്ണുകൊണ്ടുള്ള കാഴ്ച, ഒപ്റ്റിക്കൽ ഇതല്ലേ, അതുണ്ടായാൽ അംഗീകരിക്കുമോ എന്നതാണ് സിറാജ് ചോദിച്ച ഒരു ചോദ്യം. അതേപോലെ തന്നെ ഓരോ പ്രദേശത്തുള്ള വിഷയം ആവർത്തിക്കുന്നില്ല. ഇത്രയാണ് ഈ വിഷയത്തിലുള്ള മർമ്മം. അതേപോലെ തന്നെ സഫറിലാണ് ഹിജ്റ പോയിട്ടുള്ളത്. പക്ഷെ ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. ഇത് എന്താണ് കാരണം? ഇവിടെയാണ് ഞങ്ങൾ പറയുന്ന ഒരു സീറോയുടെ ഒരു പ്രശ്നം വരുന്നത് ഇവിടെ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഉണ്ടാകേണ്ടതുണ്ട്. ആ സീറോ വിട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ചക്കെടുക്കുന്നത് കൊണ്ടാണ് ഈ ന്യൂ മൂണിന്റെയും ഹിലാലിന്റെയും പ്രശ്നം ഉണ്ടാകുന്നത്. ആ വിഷയവും അതുപോലെ തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കണക്ക് അവലംബമല്ല, അത് കൃത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും കണക്കെടുക്കാതെ നബി പറഞ്ഞതുമായി കണ്ടാ സ്വീകരിക്കുക, സാക്ഷികൾ കൊണ്ടുവന്ന് സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈ സാക്ഷികൾ കൊണ്ടുവന്നാൽ എവിടെ നിന്ന് കൊണ്ടുവന്നാലും സ്വീകരിക്കുമോ ഇല്ലേ? അതിന് നബി എന്തെങ്കിലും രീതിയിലുള്ള ഒരു വരമ്പ് അല്ലെങ്കിൽ ഒരു ഇത്ര ദൂരം, ഇത്ര സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദൂരം വെച്ചിട്ടുണ്ട്. കാരണം മത്തലകൾ എന്നത് വന്നിട്ട് ചർച്ച ചെയ്താൽ ഒരിക്കലും നമുക്ക് തീരുമാനമാകാത്ത വിഷയമാണ്. കാരണം എന്താ? ഓരോ മാസവും മത്തലകൾ മാറും. ഒരു പ്രദേശത്ത് ഈ പ്രദേശത്ത് ഒരു പ്രാവശ്യം മത്തലയിൽ ഉൾപ്പെടുമെങ്കിൽ അടുത്ത മത്തലയിൽ ഇതല്ല ഈ പ്രദേശത്ത് ഉൾപ്പെടാം. അപ്പൊ മത്തലകൾ എന്നത് ഒരിക്കലും നമുക്ക് തീരുമാനിച്ച് നമ്മൾ ആ മത്തലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഏറ്റവും പ്രയാസം ഉണ്ടാക്കുക, കണക്കിനെക്കാളും പ്രശ്നം ഉണ്ടാക്കുക മത്തലയിൽ പരിഗണിച്ചാലാണ് എന്നതും ഈ വിഷയത്തിലുള്ള ഒരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ ആ കാര്യം കൂടി കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഈ ഹിജ്റ കലണ്ടറും പിന്നെ ജൂതന്മാരുടെ കലണ്ടറും
ഒന്നാൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞല്ലോ, അതിനെന്താണ് തെളിവ്? ഈ കലണ്ടറും എനിക്ക് ഈ കലണ്ടറിന്റെ ഉദ്ദേശിക്കുന്നത് ഈ കലണ്ടറാണ് എന്നിപ്പോ പറഞ്ഞാലോ. ഈ കലണ്ടർ ഒക്ടോബർ മാസത്തിന്റെ കലണ്ടർ, ദുൽഖഅദയുടെ കലണ്ടറാണ്. ദുൽഖഅദ ഒക്ടോബർ 29-നാണ് ഒക്ടോബർ 29-നാണ് ദുൽഖഅദ ആരംഭിക്കുന്നത് ഈ കലണ്ടറിൽ. ബാക്കിയുള്ള കലണ്ടറിലൊക്കെ ഉദാഹരണത്തിന് സുല്ലമിസ്ലാമിന്റെ കലണ്ടറിൽ ദുൽഖഅദ ആരംഭിക്കുന്നത് ഒക്ടോബർ 30-ആണ്. എന്നാൽ ജൂതന്മാരുടെ മാസം ദുൽഖഅദയിലാണ് ജൂതന്മാരുടെ കലണ്ടർ ആരംഭിക്കുന്നത്. ദുൽഖഅദ ഒക്ടോബർ 29-നാണ് ജൂതന്മാരുടെ കലണ്ടറിൽ അവരുടെ റോഷ് ഖദോഷ് എന്നാണ് അവർ പറയാം. ന്യൂ മൂണിലെ ഫസ്റ്റ് ഡേ ഓഫ് ദി ഫീസ്റ്റ് ഓഫ് ദി ജൂസ്, അതിന് റോഷ് ഖദോഷ് എന്നാണ്. അത് ഒക്ടോബർ 29-നാണ്. ഒക്ടോബർ നിങ്ങൾ പരിശോധിച്ചു. ഇനി ജൂതന്മാരുടെ ഓരോ മാസം ഞാൻ പറഞ്ഞാൽ, ജൂതന്മാരുടെ മാസം ജാവിഷ് കലണ്ടർ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ജാവിഷ് കലണ്ടർ ഡൗൺലോഡ് ചെയ്യുന്ന സാധനം ഹിജറ കലണ്ടർ കൊടുക്കുക. നമ്മളുടെ മണിക് ഖാന്റെ ഹിജറ കലണ്ടർ എടുക്കുക. എനിക്ക് ഇത് മാത്രമേ കിട്ടൂ, ഇത് തെറ്റാണ്. ഇതിൽ ഒക്ടോബർ 29-നാണ് ദുൽഖഅദ തുടങ്ങുന്നത്. അന്ന് കാണില്ല. അന്ന് ഈ പറഞ്ഞ ന്യൂ മൂൺ അല്ല ഹിലാലാണ് നമ്മൾ ഉദ്ദേശം പറഞ്ഞല്ലോ. ന്യൂ മൂൺ അല്ല ഹിലാലാണെന്നെങ്കിൽ അന്ന് ലോകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഹിലാലിന്റെ പിറവിയുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കലണ്ടറിൽ ബാക്കിയുള്ള ഇസ്ലാമിന്റെ കലണ്ടറിലൊക്കെ അത് ഒക്ടോബർ 30-ആണ്. ഇനി നോക്ക്, ജൂതന്മാരുടെ ഒരു രണ്ടാമത്തെ മാസം മുഹറം മാസം ഷവ്വാത്ത് എന്നാണ് പറയുന്നത്. ഷവാത്ത്, അതിന് മുഹറം, നമ്മൾ മുഹറം എന്ന് പറയും. അത് ജനുവരി 8-നാണ് ജൂതന്മാരുടെ കലണ്ടറിലും ഹിജറ കലണ്ടറിലും. ഹിജറ കലണ്ടറിലെ മുഹറം മാസം എന്നാ നമ്മൾ നോക്ക്, അത് ജനുവരി 8-നായിരിക്കും. ജനുവരി അല്ല, ഏതാണ് റബീഉൽ അവ്വൽ മാസം അദാർ സെക്കൻഡ് എന്നാണ്. അദാർ സെക്കൻഡ് അത് മാർച്ച് 8-നാണ് ഹിജറ കലണ്ടർ. ജൂതന്മാരുടെ കലണ്ടർ ഞാനുണ്ട്. ബാക്കിയുള്ള കലണ്ടറൊക്കെ മാർച്ച് 9-നാണ്. അതിന്റെ കാരണം പറഞ്ഞാൽ എന്തുകൊണ്ടത് അങ്ങനെ ആയി? മാർച്ച് 9-നാണ്. അയ്യാർ സെക്കൻഡ് ജമാഅത്തുൽ അവ്വൽ ജൂതന്മാരുടെ കലണ്ടറിലും ജാവിഷ് കലണ്ടറിലും ഹിജറ കലണ്ടറിലും അത് മെയ് 6-നാണ്. ബാക്കി എല്ലാ കലണ്ടറും മെയ് 7-നാണ്. സിവാൻ ജമാഅത്തുൽ ആഖിർ, സിവാൻ എന്നാണ് ജൂതന്മാരുടെ മാസത്തിൽ പറയാം. ജൂതന്മാരുടെ സിവാൻ ജൂൺ 4 വെനസ്ഡേ ആണ് ജൂതന്മാരുടെ കലണ്ടറിലും മണിക് കലണ്ടറിലും. എന്നാൽ ഇത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഏതാണ് ശിവാനല്ലേ, ജൂൺ 5-നാണ് തേഴ്സ്ഡേ. ഇനി തിശ്രി ജൂതന്മാരുടെ മറ്റൊരു തിശ്രി ജൂതന്മാരുടെ മറ്റൊരുതാണ്. ശവ്വാൽ മാസം തുടങ്ങുന്നത്. മണിക് കലണ്ടർ സെപ്റ്റംബർ 30-നാണ്. ബാക്കിയുള്ള കലണ്ടർ ഒക്ടോബർ 1-നാണ്. കിസ്ലേ മറ്റൊരു മാസമാണ്, ജൂതന്മാരുടെ മാസമാണ് കിസ്ലേ. അത് ദുൽഹജ്ജ് തുടങ്ങുന്നത്. ദുൽഹജ്ജ് മാസം മണിക് കലണ്ടറിലെ ദുൽഹജ്ജും ജൂതന്മാരുടെ കിസ്ലേവ് തുടങ്ങുന്നത് നവംബർ 28-നാണ്. നമ്മുടെ കലണ്ടറിലൊക്കെ നവംബർ 29. മുഹറം അടുത്ത പ്രാവശ്യത്തെ മുഹറം ജൂതന്മാരുടെ കലണ്ടറിലുള്ള തിവേറ്റും മണിക് ഖാന്റെ മുഹറം മാസം ഡിസംബർ 28-നാണ്. നമ്മുടെ കലണ്ടറിലൊക്കെ ഡിസംബർ 29-നാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങൾ ഹിലാലിനെയാണ് ഇവിടെ മാനദണ്ഡമായി വെച്ചതെന്നുണ്ടെങ്കിൽ, ഹിലാൽ മാനദണ്ഡമാക്കി വെച്ചത് കൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഈ ഡേറ്റ് തന്നെ വരുന്നത്. ഹിലാൽ മാനദണ്ഡമാക്കി വെച്ചാൽ ഒരിക്കലും ഈ ഡേറ്റ് വരില്ല. ജൂതന്മാർ മാനദണ്ഡമാക്കുന്ന ഹിലാലല്ല, ജൂതന്മാർ മാനദണ്ഡമാക്കുന്ന ന്യൂ മൂണാണ്. ന്യൂ മൂൺ മാനദണ്ഡമാക്കുന്ന ജൂതന്മാരുടെ ഡേറ്റും ഹിലാൽ എന്ന് നിങ്ങൾ പറയുന്നത് ന്യൂ മൂണിനെയാണ്. നിങ്ങൾ പേര് മാറ്റുന്നേ. നിങ്ങൾ ഹിലാൽ എന്ന് പറയുന്ന ന്യൂ മൂണിനെ മാനദണ്ഡമാക്കുന്ന ഹിജറ കലണ്ടറും ആ കലണ്ടർ ഇവിടെ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞ കലണ്ടറാണത്. ആ കലണ്ടർ എടുത്ത് മറിച്ചു വെക്കും. ഇവിടെ ഉണ്ടാവും കലണ്ടർ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഈ ചിത്രങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഈ ചിത്രത്തിന് ഇവിടെ 1 കിട്ടണേന് ഈ ചിത്രത്തിന് മുമ്പ് 2 കിട്ടാൻ മതി. 2, 3 ചിത്രം വരും. ചിത്രം എനിക്ക് ഇഷ്ടമുള്ളതിന് ഈ ചിത്രത്തിന് 1, 2, 3 ഇഷ്ടമുള്ള ഇടാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ വിചാരിക്കുമോ കലണ്ടർ വളരെ കൃത്യമാണല്ലോ, സൂര്യന്റെ എല്ലാ ചന്ദ്രന്റെ ഫേസസ് ഒക്കെ വളരെ കൃത്യമാണല്ലോ. ഫേസസ് വരച്ചിട്ട് അതിന് നമ്പർ നമ്മൾ ഡേറ്റ് നമ്മൾ ഇട്ടതല്ലേ.
നിങ്ങൾ ഡേറ്റ് ഇട്ടത് തെറ്റാണ്. നിങ്ങൾ ഈ ഡേറ്റ് ഇവിടെ 29 അല്ല എടുത്തത്, 30 എടുത്തത്. 30-ന് ഈ സ്റ്റേജില് ചന്ദ്രൻ എത്തുക 30-ലേ ഉള്ളൂ. 30-ലാണ് ഈ സ്റ്റേജിൽ എത്തുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ അവിടെ 29 എഴുതിയാലും എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഭാഗം നിങ്ങൾ കലണ്ടറെ പറ്റി നിങ്ങൾ പരിശോധിച്ചോളൂ. അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പോ ജൂതന്മാരും ജൂതന്മാരെങ്ങനെയാണ് ഇത് തീരുമാനിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞതാണ്. ജൂതന്മാര് ന്യൂമൂൺ എടുക്കുന്നത്, ന്യൂമൂണിന്റെ അവർക്ക് ഫീസ്റ്റാണ്. ന്യൂമൂൺ ഡേറ്റിന് അവർക്ക് ഫീസ്റ്റാണ്. അതിനാണ് അവര് റോഷ് കദോഷ് എന്ന് പറയുന്നത്. അതാ ഫീസ്റ്റിന്റെ ഡേ ആണ്. അപ്പൊ ഫീസ്റ്റിലുകൊണ്ട് ചിലപ്പോ ചില മാസം അവര് ഫീസ്റ്റ് ഉള്ള ദിവസത്തിന് തൊട്ടടുത്ത മാസമാകും. ജൂതന്മാർക്ക് 31 ഉണ്ട്, ചില മാസം അതിൽ കൂടുതൽ ചെറുതിയിലുണ്ട്, ഒക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറും. ഇതൊക്കെ ജൂതന്മാരുടെ കലണ്ടറിൽ തന്നെ ഉള്ളതാണ്. ഞാൻ ഇവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, എല്ലാവർക്കും കൊടുക്കാം വിരോധം. പിന്നെ രണ്ടാമത്തെ പിന്നൊന്ന് ഞങ്ങൾ ഇവിടെ പറയുന്ന നിങ്ങൾ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് എന്താണ് രണ്ടാമത്തെ വിഷയം എന്തായാലും പറഞ്ഞിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് സഫർ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് സഫർ മാസത്തിലാണ്. പിന്നെ എന്തുകൊണ്ട് മുഹറം മാസം ഇവിടെ വന്നു? ഉമർ ഖത്താബിന്റെ കാലത്ത് എന്താണ് സഫർ മാസത്തിലാണ് നബി ഹിജ്റ പോയത്. എന്നിട്ട് എന്തേ മുഹറം മാസം ഒന്നാക്കി മാറ്റിയത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സഹാബാക്കളൊക്കെ കൂടി ഇന്ന് ചർച്ച ചെയ്ത വിഷയം. എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് അറിയാം. അബൂ മൂസ അശ്അരി ഒരു കത്ത് എഴുതിയതാണ് ഉമർ ഖത്താബ്. നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ കത്തുകൾ എഴുതും. ആ കത്തിൽ നിങ്ങൾ ഡേറ്റ് ദിവസം കുറിക്കുമ്പോൾ ഇത് കഴിഞ്ഞു പോയ 1-ാം തീയതിയാണോ വരാൻ പിന്നത്തെ 1-ാം തീയതിയാണോ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കണം എന്ന് ആരോട് പറഞ്ഞു? ഉമർ ഖത്താബിനോട് അബൂ മൂസ അശ്അരി മറുപടി കത്ത് എഴുതി അയച്ചു. അപ്പൊ ഉമർ ഖത്താബ് സഹാബാക്കളിലുള്ള ആളുകളൊക്കെ പ്രധാനപ്പെട്ടവരൊക്കെ വിളിച്ചിട്ട് നമുക്ക് ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് അഭിപ്രായപ്പെട്ടു, പലരും പല അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു നമ്മൾ നബി മരിച്ച ദിവസം മുതലാക്കാം. പിന്നെ വേറെ ചില ആളുകൾ പറഞ്ഞു നബി ജനിച്ച ദിവസം മുതലാക്കാം. അലി ഇബ്നു അബീ താലിബാണെന്നാണ് എന്റെ ഓർമ്മ. അലി ഇബ്നു അബീ താലിബാണ് പറഞ്ഞത് നബിയുടെ ഹിജ്റ ദിവസം മുതൽ നമുക്കതാക്കാം. അപ്പൊ ഉമർ ഖത്താബ് അതാണ് അതിലെ ശരിയായ ഇത്. ഉമർ ഖത്താബിന് തോന്നി നമുക്ക് ഹിജ്റ മുതൽ തന്നെ ആക്കാൻ വെച്ചു. എന്നാൽ മാസം എന്താണ് ഏത് ദിവസം മുതലാണ് വേണ്ടതെന്ന് അവർ ചർച്ച ചെയ്തു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ നമ്മൾ സാധാരണ ഗണിച്ചു വരുന്ന മുഹറം, അങ്ങനെയാണ് അറബികൾ ദുൽഹിജ്ജ ഹജ്ജോട് കൂടി അവസാനത്തെ മാസം. അതുകൊണ്ട് നമ്മൾ ദുൽഹിജ്ജ മുഹറം മുതൽ തന്നെ ആക്കുക നമ്മുടെ മാസത്തിന്റെ ഗണന. അതും അവർ കൂടി ആലോചിച്ച് തീരുമാനിച്ചാണ്. അതിലൊരു സീറോ പ്രശ്നമോ മറ്റൊന്നുമില്ല. സാധാരണ അവർ അറബികളുടെ ഇടയിലെ സമ്പ്രദായം ഹജ്ജ് മാസത്തോട് കൂടി അവസാനിച്ച് പിന്നെ പുതിയൊരു മാസം തുടങ്ങി. അതാണ് മുഹറം എന്ന് പറഞ്ഞ മാസം. അതുകൊണ്ട് അങ്ങനെ തന്നെ മതി, അതിന് ഇനി നമ്മളൊരു മാറ്റം വരുത്തണ്ടെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അഭിപ്രായത്തിന് ഇവര് അഭിപ്രായം പറയുകയും അങ്ങനെയാണ് തീരുമാനിച്ചത്. അതുപോലെ ഒരു തിസീസ് നമ്മൾ വെറുതെ മെനഞ്ഞ് ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു തിസീസ് അതിലില്ല. അവർ ഏതായാലും ഇതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഈ നമ്മൾ പറഞ്ഞുകൊണ്ട് അതിന് തിസീസ് ഉണ്ടാക്കിയിട്ടുണ്ടാകുകയാണെങ്കിൽ നമുക്കറിയില്ല. അത് നമ്മുടെ അഭിപ്രായം നമ്മൾ പറയാൻ മാത്രം. അവരെ ആദ്യം ഇത് നമ്മൾക്ക് പിന്നെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി കിട്ടുന്ന സംഭവങ്ങളാണ്. അതാണ് അതിനെ പറ്റി. പിന്നെ മദ്രയുടെ ദൂരം കണക്കാക്കണം. ഓ ശരിയാണ്. ഇപ്പൊ മദ്ര എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ സങ്കീർണതയിലേക്ക് വരുന്നതാണ്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല എന്ത് പാലക്കാട് ദിവസം നോമ്പ്, കോയമ്പത്തൂർ ഈ അങ്ങാടിയിലൊരു നോമ്പ്, മറ്റൊരു പിറ്റേ ദിവസം നോമ്പ്. ഇങ്ങനെ ആകരുത്. അപ്പോ ഉദാഹരണം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ വിചാരിച്ചാൽ തമിഴ്നാട്ടിലെങ്കിലും ഒരു ദിവസമാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അതിൽ ഖുർആനിൽ ഹദീസ് വിചാരിച്ചാൽ തമിഴ്നാട്ടിലെ അതിന്റെ മക്കളെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ കഴിയുന്ന നിങ്ങൾ തീരുമാനിച്ചിട്ട് ആ സംഗതികൾ ചെയ്യാൻ പറ്റും. കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും കേരളം എന്ന് പറഞ്ഞാൽ ഈ വാളയാർ അതിർത്തി വരെയുള്ള അർത്ഥത്തിലല്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദ് എന്ന സംഘടന അതിന്റെ കീഴിലുള്ളൊരു പിന്നെ ഹിലാൽ കമ്മിറ്റിയാണ്. അതിന്റെ എന്തായാലും ജുഡീഷ്യൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞ കേരളമാണ്. സ്വാഭാവികമായി കേരളത്തിൽ അങ്ങനെ ആകുന്നു. ഇന്ത്യയിൽ
ഒന്നായിട്ടുള്ള ഒരു സംഘടനയിൽ ഇന്ത്യയിലെ നേതൃത്വത്തിൽ മുജാഹിദീന്റെ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നെങ്കിൽ നമുക്ക് ഇന്ത്യ മുഴുവൻ ഒരു ദിവസം ആക്കാൻ കഴിയുമായിരുന്നു. സൗദി അറേബ്യയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്, അവർക്കൊക്കെ കഴിയും, ആ രീതി കഴിയും. അപ്പോ നമ്മൾ ഒരിക്കലും ഇങ്ങനെ തന്നെ വേണം. ഈ ഓരോ കാസർഗോഡൊന്നും കോഴിക്കോടൊന്നും പാലക്കാട് വേറെ ദിവസം അങ്ങനെ ആർക്കും അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ ആയി പോകുന്നു. അതിന് പരിഹാരം എന്താണ്? അതിന് പരിഹാരം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ഒരു പരിഹാരമേ അല്ല. കാരണം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വല്ല നിലക്കും ദിവസം മാറ്റുക എന്നുള്ളത് നസീഹായി പെടുമെങ്കിൽ നമ്മളെ അഭിപ്രായപ്പെടൂല എന്നാണ്. അത് നിങ്ങളാണ് ഈ നസീഹ് മുഴുവൻ. കാരണം ദിവസം നിങ്ങൾ അന്ത്യ പ്രസവം പറയാതെ ഹിലാൽ എന്ന് പറഞ്ഞൊന്നും ഇല്ലാതെ നിങ്ങളിവിടെ ദിവസം മാറ്റിയാണ് ചെയ്യുന്നത്. അതിന്റെ വല്ല കുറ്റം കിട്ടുമെങ്കിൽ അത് ഡെലിബറേറ്റ് ചെയ്യുന്നവർ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകൾ ഡെലിബറേറ്റ് ചെയ്യലല്ലോ. അവര് മാസം അങ്ങനെയാണെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാണ്. നിങ്ങൾ കണക്ക് കൂട്ടി കൃത്യമാക്കിയിട്ട് ഹിലാലില്ലാത്ത ന്യൂമോൺ ഹിലാലില്ലാത്ത സമയത്ത് ഇന്നാണ് പെരുന്നാൾ പറഞ്ഞിട്ട് എല്ലാ മുസ്ലിങ്ങളിൽ നിന്നും വേറിട്ട് മാറി നിന്നിട്ട് ഒരു ദിവസം പെരുന്നാൾ കഴിക്കാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അങ്ങനത്തെ രീതി ചെയ്യണം. അപ്പൊ ഒരു രംഗത്തെ ഉണ്ടാവും. പിന്നെ മത്ലായി എന്ന് പറഞ്ഞ സംഗതി അത് ഇന്ന് ശരിക്കും നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് കണക്കാക്കാൻ പറ്റും. ലോകത്ത് ഇതിനെപ്പറ്റി പഠനം നടത്തിയ പല ആളുകളുണ്ട്. ലോകത്ത് ഒരു ദിവസമാകുക എന്ന് പറഞ്ഞത് അത് എന്താണ് മുസ്തഹീൽ അറബിയിൽ പറയും. ഒരു ദിവസം ഒരിക്കലും ആകൂല, ആർക്കും ആകൂല. എല്ലാം ഒരു ദിവസം ആയാൽ പോലും നമ്മളുടെ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ രണ്ട് ഭാഗത്തുള്ള ഏതാണ്ട് 2 ദിവസം തന്നെ ആയിരിക്കും. ഒരു കൂട്ടർ പെരുന്നാളായിരിക്കും, മറ്റൊരു കൂട്ടർ നോമ്പായിരിക്കും. ഒരു കൂട്ടർ ജുമായിരിക്കും, മറ്റൊരു കൂട്ടർ ലോറിസ്കരിക്കും. ആ വ്യത്യാസം ഏതായാലും ഉണ്ടാവും. നമ്മൾ പെരുന്നാൾ കഴിക്കണേ ആ സമയത്ത് തൊട്ടടുത്ത് വരെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസമാക്കുക എന്ന് പറഞ്ഞത് നമ്മൾ രാത്രി 12:30 നമ്മളുടെ ദിവസത്തിന്റെ മാറുന്ന സമയം നമ്മൾ തീരുമാനിക്കാത്തിടത്തോളം കാലം മാസം കാണുന്നത് രാത്രി 12 മുതലാകണം നമ്മളുടെ സമയം അത് തീരുമാനിക്കാത്തിടത്തോളം കാലം ഒരു ദിവസമാക്കാൻ നമുക്ക് കഴിയില്ല. എങ്ങനെയായാലും അതിന്റെ ഒരു ഭാഗം മറ്റൊരു ദിവസത്തിലേക്ക് കടന്നു പോകും. നമ്മൾ വൺ ഡേ ഇങ്ങനെ തിരിഞ്ഞ് സർക്കുലേറ്റ് ചെയ്ത് വരിക തന്നെ വിചാരിക്കുക. എന്നാൽ അതിന് 6 മണി മുതലാണെങ്കിൽ 6 മണി മക്കത്തുള്ള 6 മണിയാണ് ലോകത്തെല്ലാവരും തീരുമാനിക്കണമെന്ന് വിചാരിക്കുക. എന്നാലും ഇത് സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോ 6-ഉം 12 ഇടയ്ക്കുള്ള ദിവസം അങ്ങോട്ട് മാറുമല്ലോ. 12:30 നമ്മൾ 12 തീരുമാനിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര സമിതി യൂണിവേഴ്സൽ ടൈം പറഞ്ഞിട്ട് ഇതൊന്ന് തീരുമാനിച്ചുണ്ടാക്കിയതും. അസ്ട്രോണമിന് യൂണിവേഴ്സൽ ടൈം 12 മണി ആയിരുന്നില്ല, അസ്ട്രോണമിക്കാർ 12 മണി ആയിരുന്നില്ല. പക്ഷെ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പിന്നെ അവര് മീറ്റിംഗ് കൂടിയിട്ട് 12 മണിയായി രണ്ടാമത് ഫിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് ഇന്ന് സൗകര്യം എന്താണെന്നറിയോ? ഇന്ന് അതിനെപ്പറ്റി പഠനം നടത്തിയ ആളുകൾക്ക് ഈ മത്തനെ 2 ദിവസത്തിലാക്കി എന്തായാലും ചുരുക്കാൻ പറ്റും. ഇപ്പൊ ദിവസം 3 ദിവസം 4 ദിവസം ഒക്കെ നടക്കണ്ടല്ലോ. 2 ദിവസത്തിലാക്കി ചുരുക്കാൻ പറ്റും. ഈ മാസപ്പിറവിയുടെ മാസ വിസിബിലിറ്റി നമ്മൾ പറയുന്നേ, അതായത് ഹിലാൽ എന്ന ഫേസിലേക്ക് ചന്ദ്രൻ എത്തുന്ന ഘട്ടത്തെ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഹിലാൽ എന്ന ഫേസിലേക്ക് എത്തുന്ന സമയം നമ്മൾ മാസത്തിന് 1 തീരുമാനിക്കുകയാണെങ്കിൽ 2 ദിവസത്തിലേക്ക് നമുക്കത് ചുരുക്കി കൊണ്ടുവരാൻ കഴിയും. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനമുണ്ട്. ഇന്റർനെറ്റിൽ പോയാൽ തന്നെ പല സൈറ്റുകളും അത് കാൽക്കുലേറ്റ് വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില കലണ്ടറുകളൊക്കെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഇവരൊരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലണ്ടർ കുറച്ചുകൂടി അതിൽ പരിഗണിക്കാവുന്ന ഒരു വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ പോലും ഇതിന് രണ്ട് ഘട്ടമായി 2 ടീമായിക്കൊണ്ടാണ് യൂണിവേഴ്സൽ ഹിജ്രി കലണ്ടർ ഉണ്ടല്ലോ, UHC എന്ന് പറയുന്നത്. അതിനെ പറ്റി പല അഭിപ്രായ വ്യത്യാസങ്ങളും പറയാണ്ടാവുമെങ്കിലും UHC അവർ ചെയ്തെന്താണ് ഹിജ്രി കലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുണ്ടാക്കി. എല്ലാവരും ഇത് സംഗതി ചെയ്തിട്ടുണ്ട്. എല്ലാ നാട്ടുകാരും എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒക്കെ ഹിജ്റ കലണ്ടർ ഉണ്ടാക്കിയത്. പക്ഷേ അവരാരും ഹിജ്റ കലണ്ടറിന് ഇവരുണ്ടാക്കിയ ബേസ് അല്ല തീരുമാനിച്ചതെന്ന് മാത്രം. അവരൊക്കെ വിസിബിലിറ്റി ഓഫ് ദി മൂണാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഫേസിൽ എത്തുന്നതാണ് അവർ തീരുമാനിച്ചത്. ഹിലാൽ എന്ന ഫേസിനെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇവർ ഹിലാൽ എന്ന ഫേസിനെ കൺസിഡർ ചെയ്തില്ല. പേര് മാത്രമേ ഹിലാൽ എന്ന് പറയുന്നുള്ളൂ. വാസ്തവത്തിൽ ന്യൂമൂൺ എന്ന ഫേസ് മാത്രമാണ് അവർ എടുക്കുന്നത്. അതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ അവര് വെസ്റ്റേൺ റീജിയനും അതുപോലെ ഈസ്റ്റേൺ റീജിയനുമായിട്ട് 2 രീതിയിലെ കലണ്ടറുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തിനാണ് ഈ വെസ്റ്റേൺ റീജിയനും ഈസ്റ്റേൺ റീജിയനും 2 കലണ്ടർ ഉണ്ടാക്കുന്നത് എന്നാണ് മണിഫാൻ തീരുമാനിക്കുന്നത്. നമുക്ക് അതേ നിവൃത്തിയുള്ള
നമ്മളുടെ ദിവസം എല്ലാ ദിവസവും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഏതുപോലെ നമ്മളുടെ എന്താണ് ചാന്ദ്രിക ദിവസം, സോളാർ ഡേ നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് മുതൽ തുടങ്ങുന്നത്. കാരണം സോളാർ സൂര്യന്റെ ഇതിനനുസരിച്ചു കൊണ്ടുള്ളതാണ് ഈ ഡേറ്റ് ലൈൻ. സോളാർ ഡേറ്റ് ലൈൻ ആണത്. ആ സോളാർ ഡേറ്റ് ലൈനെ തന്നെ നമ്മൾ ലൂനാർ ഡേറ്റ് ലൈൻ ആയിട്ട് അംഗീകരിക്കേണ്ടി വരും. സോളാർ ഡേറ്റ്